നമസ്കാരം ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്ഥിരം ലൊക്കേഷനായിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. വാമനാപുരം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് വാമനാപുരം ബസ് റൂട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ആ നാട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ വാമനാപുരത്തുള്ള ഒരു നടിയുടെ വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. മലയാള സിനിമയിൽ കിടിലം നല്ല നല്ല വേഷങ്ങളൊക്കെ ചെയ്ത നടിയുടെ വീട് ഈ വാമനാപുരത്താണ്. വാമനാപുരത്തുള്ള പ്രിയങ്ക മാഡത്തിന്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. മലയാള സിനിമയുടെ തന്നെ ഒരു മികച്ച അഭിനേത്രിയാണ്. അവരുടെ സ്വന്തം നാട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് വാമനാപുരം ജംഗ്ഷൻ. നമ്മുടെ ലാലേട്ടൻ സിനിമയിലൂടെ പറഞ്ഞ വാമനാപുരം, അതായത് വാമനാപുരം ബസ് റൂട്ടിൽ പറഞ്ഞ അതേ സെയിം ലൊക്കേഷൻ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് അടുത്തായിട്ടാണ് പ്രിയങ്കയുടെ വീട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ കാണുന്ന റൈറ്റ് വഴി ജസ്റ്റ് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പം ഇത്തിരി ഉള്ളിലായിട്ടാണ് ആ ഒരു വീട് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു സംഭവമാണ് വാമനാപുരം 6. അപ്പോൾ പല സമയത്തും മഴ സമയത്തൊക്കെ ഒരുപാട് ന്യൂസിലൊക്കെ വരാറുള്ള ഒരു സംഭവമാണ് വാമനാപുരം 6നെ കുറിച്ചുള്ളത്. കാട്ടരുവി പെണ്ണുണ്ടേ, നാടാകെ കുളിരു വിതച്ചു കളിച്ചു ചിരിക്കണ കാറ്റുണ്ടേ, കുന്നത്തൊരു മലയുണ്ടേ, മലയോരത്തൊരു നാടുണ്ടേ, പീലി വിരിക്കും മയിലുണ്ടേ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ വാമനാപുരം ജംഗ്ഷനിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് കയറി വരുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഈ വന്നിരിക്കുന്ന ജംഗ്ഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ കണിച്ചോട് എന്നാണ് ഈ ഒരു ഏരിയ പറയുന്നത്. അപ്പോൾ ചെറിയൊരു ജംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു വഴിയെ മുന്നോട്ട് കയറി പോവാണ്. വളരെ ഒതുങ്ങിയ, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിനി ഈ ഒരു കയറ്റം കയറി കുറച്ച് മുന്നോട്ട് ചെല്ലണം. അപ്പോൾ ഈ കാണുന്ന കയറ്റം കയറി അങ്ങ് ദൂരമ്പോഴാണ് പ്രിയങ്കയുടെ വീട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് പ്രിയങ്ക മലയാള സിനിമയിലേക്ക് കാല് വയ്ക്കുന്നത്. ഈ വാമനാപുരം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു താരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് വാമനാപുരം ബസ് റൂട്ട് ഈ ഒരു നാടിനെ മൊത്തം നല്ലതുപോലെ അറിയിച്ചു. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒരു സിനിമയും കൂടെ ആയതിനെ കൊണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ നടക്കുമ്പോൾ കിട്ടുന്നൊരു വൈബുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇങ്ങ് ഉള്ളിൽ ഈ ഗ്രാമാന്തരീക്ഷത്തിലൂടെ ചേർന്ന് ഈ മരങ്ങൾക്കിടയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഈ ഏരിയയിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന 2 നില വീട്, ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് പ്രിയങ്ക മാഡത്തിൻ്റെ വാമനാപുരത്തുള്ള വീട്. പ്രിയങ്കയുടെ കുടുംബ വീട് എന്ന് പറയുമ്പോൾ ഈ ഒരു വീടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഇവിടെ വേറൊരു വീട് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഇവിടെയാണ് ഈ പ്രിയങ്ക ജനിച്ചതും വളർന്നതും ഫിലിമിലേക്ക് വരുന്നതും. പിന്നെ അതേപോലെ തന്നെ അവർ ഇപ്പോൾ സിനിമയിലൊക്കെ വന്ന് തിരക്കായതിനു ശേഷം ട്രിവാൻഡ്രത്തുള്ള മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. മലയാള സിനിമയിൽ നായികയായിട്ടും അതേപോലെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ടും ഒക്കെ ഒരുപാട് സിനിമകളിൽ തമിഴിലും തെലുങ്കിലും ഒക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ളൊരു നടിയാണ് പ്രിയങ്ക. അപ്പോൾ അവരുടെ ഈ ഒരു നാട് അല്ലെങ്കിൽ ഇവരെ വീട്, ജനിച്ചു വളർന്ന സ്ഥലമൊക്കെ കാണാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. പ്രിയങ്ക മാഡത്തിൻ്റെ ഫാമിലിയിലുള്ള ആരും തന്നെ ഇപ്പോൾ ഈ വീട്ടിലില്ല. ഇവർ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇവിടെ വരാറുള്ളൂ.
അവരിപ്പോൾ പട്ടത്തുള്ള ഏതോ ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ അതിനെ കൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനൊക്കെ വന്ന് പോകുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രിയങ്ക മാഡത്തിൻ്റെ വീടിൻ്റെ സൈഡിലായിട്ട് അവരെ ബന്ധുക്കളും ആൾക്കാരൊക്കെ താമസമുണ്ട്. അപ്പോൾ ഈ തൊട്ട് അപ്പുറത്തായിട്ട് താമസിക്കുന്ന ഈ ഒരു വീടുണ്ടല്ലോ, ഇത് പ്രിയങ്ക മാഡത്തിൻ്റെ അപ്പച്ചി എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ അമ്മയാണ് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ അമ്മയ്ക്ക് വീഡിയോയിലൊന്നും സംസാരിക്കാനുള്ള താല്പര്യമൊന്നുമില്ല, അമ്മയെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ നല്ല ഒരു അമ്മയാണ് കേട്ടോ. അതാണ്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരാൾ നമ്മുടെ പ്രിയങ്ക ചേച്ചിയുടെ അച്ഛൻ്റെ സുഹൃത്താണ്. ഒരുമിച്ച് പഠിക്കുകയാണ് അല്ലേ? ദേവസ്വം ബോർഡ് സ്കൂൾ. ആഹാ, ദേവസ്വം ബോർഡ് സ്കൂൾ. ഓ, കാര്യറ്റ് ദേവസ്വം ബോർഡ് സ്കൂളിലാണ് ഇവർ ഒരുമിച്ച് പഠിച്ചത് കേട്ടോ. അപ്പോൾ പണ്ടേ ഉള്ള പരിചയമാണ്. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ടപ്പോൾ ഈ ഒരു കാര്യം ചേട്ടൻ പറഞ്ഞു തന്നെയാണ്. ഓ, ഇവിടെ വന്നപ്പോൾ കാണുന്ന ഏരിയയൊക്കെ ചേട്ടനുള്ളതാണ് കേട്ടോ. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയ ഒരു റിട്ടയർഡ് പ്രവാസിയാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് അടിച്ചു പൊളിച്ച് പോവാം. ഇവരിപ്പോൾ ട്രിവാൻഡ്രത്ത് മറ്റൊരു വീട്ടിലാണ് താമസം. ഷൂട്ടിംഗ് തിരക്കുകളും സംഭവങ്ങളൊക്കെ അതിൻ്റെ കൊണ്ട് സിറ്റിയിലോട്ട് മാറി താമസിക്കുന്നു.